ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കൊളാഷ് എഡിറ്റാണ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും കാണാൻ മറക്കല്ലേ. മ്യൂസിക് ഉൾപ്പെടെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുക്കുക, വീഡിയോ എടുക്കുക, ന്യൂ എടുക്കുക, ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ആ ഒരു ബ്ലാങ്കിൻ്റെ ക്ലിപ്പ് ഒരു 10 സെക്കൻഡ്സ് ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ബ്ലാങ്കായി കിടക്കുന്ന നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം PIP എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഞാൻ ഇവിടുന്ന് 4 വീഡിയോസാണ് സെലക്ട് ചെയ്യുന്നത്. ആ 4 വീഡിയോസും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊളാഷ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ കൊളാഷ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, വീഡിയോ കൊളാഷ് ചെയ്യുന്ന കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ അറിയണ്ടാവില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് ലേഔട്ടൊക്കെ 4 ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉണ്ടാവും. അതുപോലെ വീഡിയോ ഇങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 4 വീഡിയോസിൻ്റെയും വോളിയം ഒന്ന് കുറച്ച് വയ്ക്കാം. ഞാനിവിടെ വോളിയമൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ക്ലിപ്പ് എടുക്കുക, എന്നിട്ട് ആനിമേഷൻ അവിടെ കൊടുക്കുക. ആനിമേഷൻ ഇവിടെ ഞാൻ ഫേഡ് എന്നുള്ള ആനിമേഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ആനിമേഷൻ വേണോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് എടുക്കുക. അത് വേണമെങ്കിൽ ഫിൽറ്റർ ഉപയോഗിക്കാം, എല്ലാത്തിനും ഫിൽറ്റർ കൊടുക്കാവുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കൊടുക്കുന്നില്ല. സെക്കൻഡ് ക്ലിപ്പ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ്സ് ഒന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താഴെ ഞാൻ മ്യൂസിക് ഉൾപ്പെടെയുള്ള ഫൈനൽ റിസൾട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് കണ്ടിട്ട് വരിക കേട്ടോ.